ട്രാൻസ്ഫോർമേഷന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഐ വാസ് കോൺഫിഡൻറ്റ്. കാരണം ആ എന്താ പറയുക, ആൾക്കാരുടെ എന്ത് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ള പറച്ചിലില്ലേ, മെയിൻലി ഫാമിലിക്കകത്തുനിന്നും കുറേ പേര് അങ്ങനെ പറയുമായിരുന്നു. നീ കഴിക്കുന്നത് എല്ലാവർക്കും അതൊരു മോട്ടിവേഷനായിട്ട് വരില്ല. എന്നോടൊക്കെ പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതെ, അത് നല്ലതാണ് ആക്ച്വലി. എന്തിനാ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താ? നമ്മൾ മെൻ്റലി ഹേർട്ട് ചെയ്യുന്ന കാര്യമാണത്. എൻ്റെ വേറെ ഞാനന്ന് ഐ വാസ് വെരി യങ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ബോധം എനിക്കില്ലായിരുന്നു. ജിസ്മ തിരിഞ്ഞ് നോക്കുമ്പം ഇൻസൾട്ട് ചെയ്ത ആൾക്കാരോട് ജിസ്മയ്ക്ക് എപ്പോഴെങ്കിലും താങ്ക്ഫുൾ ആയിട്ട് തോന്നാറുണ്ടോ? നെവർ നെവർ നെവർ. സോ അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നവരെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ അവരിതാ ഞങ്ങൾ ചെയ്യുന്ന കറക്റ്റ്, നിങ്ങൾ നന്നാവാൻ വേണ്ടി ഞാനങ്ങനെ ചെയ്തത്. അങ്ങനെ ആക്ച്വലി ഒരാളുടെ ലൈഫിലേക്ക് പറയാനുള്ള അധികാരം ആർക്കുമില്ല. മറ്റൊരാളെ ഹേർട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്കത് ട്രോമയായി. എനിക്ക് PTSD ഉണ്ട്, ഇപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം ഉണ്ട്. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ടൈമിൽ ആഡായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ യങ് ഏജിൽ പൊട്ടത്തരം അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു